ഓക്കെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോനെ കുറിച്ചാണ്. ഓക്കെ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ICTയുടെ ഒരു കോർ കണ്ടന്റ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോർ കണ്ടന്റ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഈ ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ക്രൈറ്റീരിയാസ് പറയും. ഓക്കെ. ബിഫോർ ഗോയിങ് ടു ദ മെയിൻ കണ്ടന്റ് മേക്ക് ഷുവർ യു ഹാവ് ടു സ്റ്റഡി ദ ഫോളോയിങ് പോയിന്റ്സ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ നോക്കി പഠിച്ചതോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു 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 മിനിമം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഓക്കെ. ഈ ഒരു ഓർഡർ ഫ്ലോനെ കുറിച്ച് പഠിക്കുന്നത് കുറച്ചുകൂടി ഗ്രാസ്പ് ചെയ്തെടുക്കുക. ഓക്കെ. മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്, ബുള്ളിഷ് ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചർ. ഓക്കെ. അതുപോലെ തന്നെ സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ഷിഫ്റ്റ്. ചില ആൾക്കാർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നും ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്നും പറയും. നമ്മൾ സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ഷിഫ്റ്റ് എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ. പിന്നെ പ്രീമിയം ബസ് ഡിസ്കൗണ്ട്, ഡീലിംഗ് റേഞ്ച് തിയറി. ഓക്കെ. അതുപോലെ തന്നെ എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അതുപോലെ തന്നെ ഓർഡർ ബ്ലോക്ക്, ബ്രേക്കർ ബ്ലോക്ക്, രണ്ട് PDRIs ആണ്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി, അതിൽ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയും അതുപോലെ ഇൻഡ്യൂസ്മെന്റ് എന്ന് പറഞ്ഞൊരു പാർട്ടും. ഓക്കെ. ലാസ്റ്റ് ടൈം ഫ്രെയിം. ഈ ഒരു ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു മെയിൻ കണ്ടന്റ്സിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം ഈ വീഡിയോ കാണുന്നതിന് മുന്നേ. ഓക്കെ. അപ്പോൾ അത് ഉറപ്പ് വരുത്തുക. ഇനി ഇൻ കേസ് നിങ്ങൾ ഇതൊന്നും അറിയാത്ത ആളാണെങ്കിൽ നമ്മുടെ പ്ലേ ലിസ്റ്റിൽ ഇതിനെക്കുറിച്ച് മുഴുവനായിട്ടൊരു വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനിയുള്ള വീഡിയോ കാണാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് ഉറപ്പുവരുത്തുക. ഓക്കെ. അപ്പോൾ നമ്മളുടെ ടോപ്പിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു T4T. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ, നമ്മൾ പഠിക്കുന്ന ഈ ഒരു റെപ്രസെൻറ്റേറ്റീവ് ബേസിൽ നമ്മൾ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്കൊന്ന് ജസ്റ്റ് എന്താണ് മീനിങ് ഒന്ന് വായിക്കാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇന്നർ സർക്കിൾ ട്രേഡർ എന്ന് വെച്ചാൽ ICT concept refers to the analysis and understanding of the buying and selling activities of large financial institutions such as banks, hedge funds and mutual funds. ഓക്കെ. എന്താണ് പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോൻ്റെ ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള ബാങ്ക്സ്, ഹെഡ്ജ് ഫണ്ട്സ്, ഇവരുടെ ബയ്യിങ്ങും സെല്ലിങ്ങും ആക്ടിവിറ്റീസിനെ ട്രാക്ക് ചെയ്യലാണ് എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ്. ഓക്കെ. ഓക്കെ. താഴെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മാനിപ്പുലേഷൻ. ഓക്കെ. നമ്മൾ ഈ ഓർഡർ ഫ്ലോയിൽ മെയിനായിട്ട് പഠിക്കുന്നത് അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മേജർ രണ്ട് പാർട്സ് ആണ് മാർക്കറ്റിൽ നടക്കുന്ന മാനിപ്പുലേഷൻസും അതുപോലെ ലിക്വിഡിറ്റി പൂൾസും. ഓക്കെ. ഫസ്റ്റ് എന്താണ് മാർക്കറ്റ് മാനിപ്പുലേഷൻ എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ മാർക്കറ്റ് മാനിപ്പുലേഷനിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് often use their large orders to manipulate price levels to create liquidity and traps retail traders. Okay. Recognize these manipulations can help traders align their trades with institutional activity. എന്ന് വെച്ചാൽ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ലാർജ് ഓർഡേഴ്സ് എവിടെയാണ് വെക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈസ് ലെവൽസിലായിരിക്കും അവരുടെ ഓർഡേഴ്സ് ഉണ്ടാവുക. എന്തിനു വേണ്ടിയിട്ട്? ടു ക്രിയേറ്റ് ലിക്വിഡിറ്റി ആൻഡ് ട്രാപ്പ് റീറ്റെയിൽ ട്രേഡേഴ്സ്. എന്ന് വെച്ചാൽ എന്താ? ഇപ്പം നോർമലി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റീറ്റെയിൽ കോൺസെപ്റ്റിൽ എന്താണ് റെസിസ്റ്റൻസ് റീറ്റെയിൽ കോൺസെപ്റ്റിൽ എന്താണ്? റീറ്റെയിൽ കോൺസെപ്റ്റിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസിന് അതിന് മുകളിലേക്ക് പോകാനൊരു തടസ്സം. ഓക്കെ. ഇതിൻ്റെ മുകളിലേക്ക് പോകാനൊരു തടസ്സം. അപ്പം റീറ്റെയിൽ ലോജിക്കിൽ തന്നെ നമ്മൾ രണ്ട് തരത്തിൽ ചിന്തിക്കുക. എന്താണ്? പ്രൈസ് വന്നിട്ട് റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് ട്രേഡും, റെസിസ്റ്റൻസിൽ നിന്നിട്ട് റിവേഴ്സ് വരികയാണെങ്കിൽ ഒരു റിവേഴ്സൽ ട്രേഡും. ഓക്കെ. മെജോറിറ്റി ആളുകൾ എന്താണ്? റെസിസ്റ്റൻസിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ. റെസിസ്റ്റൻസിൻ്റെ മുകളിൽ വേണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് സെക്യൂർ ആവണമെങ്കിൽ എവിടെ വെക്കണം? റെസിസ്റ്റൻസിൻ്റെ മുകളിൽ വേണം നമ്മൾ വെക്കാൻ. അങ്ങനെ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ഒരുപാട് പേരെ സെൽ ഓർഡേഴ്സ് ആണുള്ളത്. ഓക്കെ. അപ്പം ബയ്യർക്ക് അല്ലെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ ഒരുപാട് പേരെ സെൽ ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ സെല്ല് ചെയ്യുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എന്തായിരിക്കും? ബൈ ഓർഡർ ആയിരിക്കും. അപ്പം വീണ്ടും അവർക്ക് സെല്ല് ചെയ്യണമെങ്കിൽ അത്രത്തോളം ബൈ ഓർഡർ ഇവിടെ നിന്ന് കിട്ടും? ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് കിട്ടും. അതുകൊണ്ടാണ്
ഇതുപോലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈസ് ലെവൽസിലായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ലിക്വിഡിറ്റി പൂൾസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടാർഗറ്റ്സ് ഏരിയ ഓഫ് ഹൈ ലിക്വിഡിറ്റി such as previous high or low where the stop loss are likely to be placed by retail traders. ഓക്കെ, അപ്പം റീറ്റെയിൽ ട്രേഡേഴ്സ് എപ്പോഴും എന്താണ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്ന സ്ഥലം. ഓക്കെ, അവരുടെ സ്റ്റോപ്പ് ലോസ് ഏത് ഏരിയയിലാണ്? ഓക്കെ, അവിടെയായിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കണ്ണിൽ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി പൂൾ ആയിട്ട് ജനറേറ്റ് ആയിട്ടുള്ള സ്ഥലം. ഓക്കെ, അപ്പോൾ അവരുടെ മെയിൻ ആക്ഷൻസ് എപ്പോഴും അവിടെയായിരിക്കും, അങ്ങനത്തെ ഏരിയകളിൽ. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ആക്ടിവിറ്റീസ് എന്താണ്? എഗെയിൻസ്റ്റ് ദ റീറ്റെയിൽ ലോജിക്, റീറ്റെയിൽ ലോജിക്കിൽ നിന്നും മാറി ചിന്തിച്ചും കൊണ്ട് ട്രേഡ് ചെയ്യുന്നതാണ് ആര്? ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ബൈ അണ്ടർസ്റ്റാൻഡിങ് ദ അനാലിസിസിങ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ ICT traders aim to position themselves in the market in alignment with the powerful entries to increase their chance of സക്സസ്ഫുൾ ട്രേഡ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ എന്താണ് പറയുന്നത്? അവരുടെ ബിഗ് പ്ലേയേഴ്സിൻ്റെ ആക്ടിവിറ്റീസ് മാർക്കറ്റിൽ എങ്ങനെ നടക്കുന്നു എന്ന് നമ്മൾ അനാലിസിസ് ചെയ്യുന്നതും, അതുപോലെ തന്നെ അവരുടെ കൂടെ എന്നല്ല, അവരുടെ എൻട്രീസ് അല്ലെങ്കിൽ അവരുടെ ആക്ഷൻസ് അവരുടെ ഫുട് പ്രിൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ എൻട്രീസ് എന്ത് ചെയ്യും? അവരുടെ ഒപ്പം ആക്കിയെടുക്കുന്ന ആ ഒരു മെത്തേഡാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞ് ഒന്നുകൂടി വേണമെങ്കിൽ അറിയാത്തവർക്കൊന്ന് പറയുകയാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓർഡേഴ്സ്. ഓക്കെ, ഓർഡേഴ്സ് ബൈ ഓർഡറും സെൽ ഓർഡറൊക്കെ ചെയ്ത് അവർ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആ ഒരു ഫ്ലോ ഇല്ലേ, ആ ഫ്ലോനെ ട്രാക്ക് ചെയ്യലാണ് എന്ത്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ. അത് റീറ്റെയിൽ ലോജിക്കായിട്ട് ചെയ്യുകയാണ് ICTയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡർ ഫ്ലോ മെത്തേഡ്. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് ജസ്റ്റ് ഡെഫിനിഷൻ പറഞ്ഞ് ചെറുങ്ങനെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഓക്കെ, ടൈപ്സ് ഓഫ് ഓർഡർ ഫ്ലോസ്. ഓക്കെ, നമ്മൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഏതൊക്കെ തരത്തിലുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും ബുള്ളിഷ് സ്ട്രക്ചർ, ബെയറിഷ് സ്ട്രക്ചർ. ഓർഡർ ഫ്ലോ ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്, ബെയറിഷ് ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ് എത്ര തരത്തിലുണ്ട് എന്ന് ചോദിച്ചാൽ പറയും 2 തരത്തിലുണ്ട്. എന്താണ്? ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓക്കെ, അതിനെ ബിസി എന്ന് പറയും. ഓക്കെ, ബെയറിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, അതിനെ സിബി എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ഓർഡർ ഫ്ലോനെ നോക്കുകയാണെങ്കിൽ എന്താണ്? ബുള്ളിഷ് ഓർഡർ ഫ്ലോയും ഉണ്ട്, ബെയറിഷ് ഓർഡർ ഫ്ലോയും ഉണ്ട്. ഓക്കെ, ബുള്ളിഷ് ഓർഡർ ഫ്ലോയും ബെയറിഷ് ഓർഡർ ഫ്ലോ. അപ്പോൾ എന്താണ് നമ്മൾ ഇതെല്ലാം പാടി കൂട്ടി വായിക്കുമ്പോൾ എന്താണ്? ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ഓർഡേഴ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവർ ബുള്ളിഷായി നിൽക്കുന്ന സമയത്ത് എന്തായിരിക്കും? ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോ ആയിരിക്കും മാർക്കറ്റിൽ. അതുപോലെ അവരുടെ സെൻറ്റിമെൻറ്റ് സെല്ലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ബെയറിഷ് ആണെങ്കിൽ മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ് എന്തായിരിക്കും? ഒരു ബെയറിഷ് ഓർഡർ ഫ്ലോ ആയിരിക്കും. ഓക്കെ, അതാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് 2 തരം ഓർഡർ ഫ്ലോ ഉണ്ട്, ബുള്ളിഷ് ഓർഡർ ഫ്ലോ, ബെയറിഷ് ഓർഡർ. ഇപ്പോൾ ഇവിടെ എന്താണ് ഇത്? ഓർഡർ ഫ്ലോൻ്റെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് എന്താണ്? ഞാനിവിടെ ഹയർ ടൈം ഫ്രെയിം എന്നാണ് പറയുക. അപ്പോൾ ഓർഡർ ഫ്ലോ നമുക്ക് എല്ലാ ടൈമിലും നോക്കാം. ഓക്കെ, എല്ലാ ടൈമിലും നോക്കാം. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമും ലോവർ ടൈം ഫ്രെയിമും മീഡിയം ടൈം ഫ്രെയിം, ഇതിനെക്കുറിച്ച് നമ്മൾ ടൈം ഫ്രെയിമിനെ കുറിച്ച് ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് പോയി കാണുക. അതാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്, ടൈം ഫ്രെയിംസ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ എന്തുകൊണ്ടാണ് ഹയർ ടൈം ഫ്രെയിം 4 അവർ 1 അവർ ഞാൻ ഡീറ്റെയിൽ ചെയ്ത് ഇവിടെ കാണിച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ ഹയർ ടൈം ഫ്രെയിമിലായിരിക്കും ആക്ച്വൽ ഗെയിം നടക്കുന്നത്. ഓക്കെ, ഇത്രയും വലിയൊരു മാർക്കറ്റിന് 5 മിനിറ്റ് കൊണ്ടോ 1 മിനിറ്റ് കൊണ്ടോ പോയി അനാലിസിസ് ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ ഹൈ റിസൾട്ട് ആയിരിക്കും ഹയർ ടൈം ഫ്രെയിമിൽ. ഓക്കെ, ഒരു ഇൻട്രാഡേ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 4 അവർ 1 അവർ എന്നൊക്കെ പറയുന്നത് ഒരു ഹയർ ടൈം ഫ്രെയിമാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഓർഡർ ഫ്ലോയും മാത്രമല്ല, നമ്മളൊരു സപ്പോർട്ടർ റെസിസ്റ്റൻസ് ആയാലും ഒരു ഇമ്പോർട്ടൻറ്റ് കീ ലെവലായാലും എല്ലാം നമ്മൾ എന്താണ്? ഹയർ ടൈം ഫ്രെയിമിൽ വേണം ചെയ്യാൻ. കാരണം അത് ആയിരിക്കും ആക്യുറസി. ഓക്കെ, ഹയർ ടൈം ഫ്രെയിമിലാണ് ഇവിടെ കളി നടക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഓർഡർ ഫ്ലോ 2 തരത്തിലുണ്ട്, ബുള്ളിഷ് ഓർഡർ ഫ്ലോ, ബെയറിഷ് ഓർഡർ ഫ്ലോ. നമ്മൾ ഈ ഓർഡർ ഫ്ലോ കണ്ടെത്തേണ്ടത് എപ്പോഴും എങ്ങനെയാണ്? ഒരു ഹയർ ടൈം ഫ്രെയിമിലായിരിക്കണം കണ്ടെത്തുന്നത്. ഓക്കെ, എങ്ങനെയാണ് കണ്ടെത്തുന്നതൊക്കെ നമുക്ക് പോണ വഴിക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ തന്നെ എന്താണ്? ബുള്ളിഷ് ഓർഡർ ഫ്ലോ. നമ്മൾ എന്താണ് ആദ്യം തന്നെ എങ്ങനെയാണ് ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോ കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഈ ഒരു പിക്ചറിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ എന്താണ്? ഒരു ജസ്റ്റ് ഒരു ലൈൻ റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, ഗ്രാഫിൻ്റെ ലൈൻ റെപ്രസെൻറ്റേഷൻ ആണ്. ഓക്കെ, ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു? എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്? ഇവിടെ സ്ട്രക്ചർ ബ്രേക്കോ ലിക്വിഡിറ്റി സ്വീപ്പോ ഓർഡറിലൊക്കെ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ,
നിങ്ങൾ എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് ഇതൊന്ന് ജസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് ആണ്. പിന്നെ അല്ലറ ചില്ലറ ഡൗൺ മൂവ് വരുന്നുണ്ട്, അപ്പ് മൂവ് വരുന്നുണ്ട്, അത് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട് എന്നൊക്കെ പറയും. ചില ആളുകൾ പറയും ഇതൊരു സൈഡ് വേസ് ആണ് എന്ന്. ഓക്കെ, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഹൈ ലോ എങ്ങനെയാണ്, മാർക്കറ്റ് ലോനെ മുകളിലേക്ക് കയറ്റി പോകുന്നതുകൊണ്ട് തന്നെ നമ്മളെന്താണ് ഇതൊരു അപ് ട്രെൻഡ് ആണ് എന്ന് പറയാം. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ എന്താ അടുത്ത സ്ലൈഡിലേക്ക് നമ്മൾ സ്ലൈഡ് വൈസ് പോവുകയാണെങ്കിൽ അടുത്ത സ്ലൈഡിൽ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപ് ട്രെൻഡ് ആണ്. ഓക്കെ, എന്താണ് ഈ ഓരോ ഡോട്ട് ഇട്ടത് എന്താണ്, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. ഓക്കെ, ഒരു അപ് ട്രെൻഡിന്റെ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഒരു അപ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, അപ് ട്രെൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഹയർ ഹൈസും ഹയർ ലോസും ചേർന്നിട്ടുള്ളതാണ് ഒരു അപ് ട്രെൻഡ്. ഓക്കെ, അപ്പൊ എന്താണ് ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ. ഓക്കെ, ഇതൊന്നും ഇപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട്, എന്നിരുന്നാലും നമ്മൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഇത് പറഞ്ഞതെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് ഇതിലേക്ക് വരാം. എന്താണ് ബുള്ളിഷ് ഓർഡർ ഫ്ലോ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലിൽ ബുള്ളിഷ് ആണ്. ഓക്കെ, അപ്പം അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ്, ഇപ്പം നിങ്ങൾ നോക്കൂ എന്താണ്. ഓക്കെ, എവിടെ നിന്നാണ് പ്രൈസ് തുടങ്ങുന്നത്, പ്രൈസ് ഇവിടെ നിന്ന് താഴെ വന്നു. ശ്രദ്ധിച്ച് കേൾക്കാം, മാർക്കറ്റ് ഇവിടെ വരെ താഴെ വന്ന് തിരിച്ച് മാർക്കറ്റ് മുകളിൽ പോയി തിരിച്ച് താഴെ വന്ന് മെയിനായിട്ടൊരു ലിക്വിഡിറ്റി സ്വീപ്പോ സ്ട്രക്ചർ ബ്രേക്ക് ഒന്നും സംഭവിക്കില്ല. ജസ്റ്റ് എന്ത് ചെയ്ത് സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചു. ഓക്കെ, ഇത് ഇപ്പോൾ ലിക്വിഡിറ്റി സ്വീപ്പ് അല്ല, ഇത് സ്ട്രക്ചർ ബ്രേക്ക് ആണ്. എപ്പോഴാണ് ഇത് ലിക്വിഡിറ്റി സ്വീപ്പ് ആവുന്നത്, ഈ ഹൈ, ഈ ഒരു സ്വിങ് ഹൈന മാർക്കറ്റ് മുകളിലേക്ക് പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്ത്, ഇതൊരു ലിക്വിഡിറ്റി സ്വീപ്പും ഇതൊരു സ്ട്രക്ചർ ബ്രേക്കും ആണെന്ന്. ഓക്കെ, അപ്പോൾ എന്താണ് ലിക്വിഡിറ്റിനെ സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. അപ്പോൾ എന്താണ് ലിക്വിഡിറ്റിനെ സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ലിക്വിഡിറ്റി സ്വീപ്പ് തന്നാൽ നമുക്കൊരു ഓർഡർ ബ്ലോക്ക് ഫോം ആയി. ഓക്കെ, അതാണ് ഈ ഒരു ഓർഡർ ബ്ലോക്ക്. ഓക്കെ, ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഫസ്റ്റ് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആയല്ലോ. പിന്നെ എന്താണ് മാർക്കറ്റ് മുകളിൽ പോയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്താണോ ഇൻഡ്യൂസ്മെന്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പാർട്ട് 1ഉം പാർട്ട് 2ഉം. ഓക്കെ, എന്താണ് ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത് കാണാത്ത ആളുകൾ ഇപ്പോൾ എന്താണ് ഇൻഡ്യൂസ്മെന്റ് എന്ന് വിചാരിക്കും. അപ്പോൾ എന്താണ് അതാണ് പറഞ്ഞത്, ഞാൻ ഫസ്റ്റ് കാണിച്ച എല്ലാ കാര്യങ്ങളും ഒന്ന് പോയിട്ട് പഠിക്കുക, അതിനുശേഷം മാത്രമേ ഇതിലേക്ക് വരാൻ പറ്റൂ. ഓക്കെ, നമുക്കൊന്നുകൂടി നോക്കാം. മാർക്കറ്റ് എന്താണ് ഒരു സ്ട്രക്ചർ ബ്രേക്ക്, ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ക്രിയേറ്റ് ചെയ്തു, നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടി. പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിൽ പോയി പിന്നെ താഴെ വന്ന് ഈ ഒരു ലെവലിൽ വന്ന സമയത്താണ് ഈ ഒരു സ്വിങ് ഹൈ കൺഫേം ആയത്. അതിനുശേഷം എന്താണ് ഈ IDXനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, IDXനെ ബ്രേക്ക് ചെയ്ത് ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് കിട്ടിയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഓക്കെ, മുകളിലേക്ക് പോയി. അപ്പോൾ എന്താണ് മുകളിലേക്ക് പോയ സമയത്ത് എന്താണ് ഇൻഡ്യൂസ്മെന്റിനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തു, അതുപോലെ സ്ട്രക്ചർ ബ്രേക്ക് തന്നു. അപ്പോൾ എന്തായി, അടുത്ത ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിന്റെ ഒരു സെറ്റപ്പ് വന്നു, അതാണ് ഇത്. ഓക്കെ, പിന്നീട് എന്തായി മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിൽ പോയി ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് താഴേക്ക് വന്ന് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഒന്ന് എൻട്രി എടുത്തു. ഓക്കെ, അതിനുശേഷം എന്താ ഇത് പിന്നെയും മാർക്കറ്റ് മുകളിലേക്ക് പോയി നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞ് മാർക്കറ്റ് താഴെ വന്നു. ഓർഡർ ബ്ലോക്കിൽ ടച്ച് ചെയ്യാത്ത മൂവാണ് IDX, കണ്ടില്ലേ, ടച്ച് ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റ് മുകളിൽ കയറി. അതിനുശേഷം എന്താണ് ഇവിടെ ഒരു എന്ത് മനസ്സിലായി, ഇവിടെ എന്ത് ചെയ്തു, ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്തു, ഒരു കൺസോൾട്ടേഷൻ. ഞാൻ പറഞ്ഞു കൺസോൾട്ടേഷൻ്റെ മുകളിലും ലിക്വിഡിറ്റിയാണ്, കൺസോൾട്ടേഷൻ്റെ താഴെയും ലിക്വിഡിറ്റിയാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ആദ്യം താഴത്തെ ലിക്വിഡിറ്റി എടുത്തിട്ടേ മുകളിൽ പോകും. അപ്പം എന്താണ് പ്രൈസ് ആദ്യം എന്ത് ചെയ്ത് താഴത്തെ ലിക്വിഡിറ്റി എടുത്തു, ഇൻഡ്യൂസ്മെൻറ്റും എടുത്ത് താഴത്തെ ഓർഡർ ബ്ലോക്ക് ഒന്ന് ടാപ്പ് കിട്ടി മുകളിൽ പോയി. ഇപ്പം എന്താണ് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ കുറച്ച് ആളുകൾക്ക് മനസ്സിലായില്ല. അപ്പോൾ എന്താണ് എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നാണ് ഇതിൽ. ഓക്കെ, അപ്പം നമ്മൾ ക്ലീൻ ആയിട്ടൊരു ചാർട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഓർഡർ ഫ്ലോ, ഇപ്പം മാർക്കറ്റിൻ്റെ ഓർഡർ ഫ്ലോ എങ്ങനെയാണ് പോയത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫസ്റ്റ് എവിടെയാണ് എൻട്രി എടുത്തത്, ഈ ഒരു ഏരിയയിലാണ് ഫസ്റ്റ് ആയിട്ട് അവരുടെ ഒരു ആക്ഷൻ നമ്മൾ കണ്ടെത്തിയത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തത് എന്തിനാണ്, തിരിച്ച് ഈ ഒരു റിട്ടേൺ ഓഫ് ഒറിജിൻ, ROI എന്ന് പറയും, റിട്ടേൺ ഓഫ് ഒറിജിൻ. അവരുടെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ എൻട്രി എടുത്ത സ്ഥലമാണ്. ആ ഏരിയയിലേക്ക് പ്രൈസ് വരുമ്പോൾ ഞാൻ എൻട്രി എടുക്കും. ഓക്കെ, ആ സ്ഥലത്തേക്ക് എൻട്രി വന്നു. ഓക്കെ,
അതിനുശേഷം എന്താണ് സെക്കൻഡ് ആയിട്ടുള്ള അവരുടെ എൻട്രി എവിടെയായിരിക്കും, അല്ലെങ്കിൽ സെക്കൻഡ് ആയിട്ട് അവരുടെ ക്യാഷ് മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തത് എവിടെ നിന്നായിരിക്കും, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്ന് തിരിച്ച് വീണ്ടും സ്ട്രക്ചർ ബ്രേക്ക് വന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലായി, അടുത്ത ഓർഡർ ബ്ലോക്ക് ഏതാണ്, ഈ ഒരു ലെവലാണ് അടുത്ത ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അതിനുശേഷം എന്താണ് ആ ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വരാൻ കാത്തുനിന്ന് അങ്ങനെ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നത് വരെ, ഓക്കെ ഞാൻ പറഞ്ഞു ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നത് വരെ ഈ ഓർഡർ ബ്ലോക്ക് ഈ ഒരു രീതിയിൽ സ്ട്രക്ചർ ബ്രേക്ക് ആയി കൊണ്ട് പോകും. ഓക്കെ, ഇപ്പം ഈ ഒരു മൂവ്മെൻറ്റിൽ നമ്മൾ മാർക്കറ്റിൻ്റെ ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞത് അവരുടെ ഓർഡേഴ്സ് ഒക്കെ ഏത് ലെവലിലാണ് പോകുന്നത്, നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് ഈ ഒരു ലെവലിലാണ് നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക്. ഇനി നമ്മൾ വേണമെങ്കിൽ എന്ത് ഒന്നും കൂടി നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു ഏരിയ നമ്മൾ പറഞ്ഞ പോലെ എപ്പോഴും ഹൈ എന്തായിരിക്കും, എപ്പോഴും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ലോ എപ്പോഴും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇതാണ് ഞാൻ പറഞ്ഞത്. ലിക്വിഡിറ്റി എന്താണെന്ന് അറിയാത്ത ആള് ഇനിയെങ്കിലും ഈ വീഡിയോ ഇതുവരെ കാണുകയാണെങ്കിൽ ജസ്റ്റ് നിർത്തിയിട്ട് ആദ്യം പോയി അത് കാണുക. ഓക്കെ, എന്താണ് ലിക്വിഡിറ്റി രണ്ട് തരത്തിലുണ്ട്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും. അതിനെന്താണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്നും ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റീനെ നമ്മൾ PDRIs, ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് തിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ആദ്യം അത് പോയി കാണുക, അത് പോയി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് വരാൻ പറ്റൂ. ഓക്കെ, അപ്പം ഈ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ തന്നെ നമ്മൾ ബുള്ളിഷ് ഓർഡർ ഫ്ലോയിൽ തന്നെ ഹൈ എപ്പോഴും എന്തായിരിക്കും, ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ലോ എപ്പോഴും എന്താണ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ആയിരിക്കും. ഓക്കെ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, അപ്പം ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോ എങ്ങനെയായിരിക്കും, എപ്പോഴും മാർക്കറ്റ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീനെ എപ്പോഴും മാർക്കറ്റ് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്തേ പോവുക. ഓക്കെ, കണ്ടില്ലേ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിനെ എപ്പോഴും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എപ്പോഴും സീക്ക് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് പോവുക. ഓക്കെ, എപ്പോഴും എന്തായിരിക്കും, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എപ്പോഴും സേഫ് ആയിരിക്കും. എന്താണ് എപ്പോഴും സേഫായി നിൽക്കാൻ കാരണം, നമ്മൾ പറഞ്ഞ പോലെ ഹയർ ലോ എപ്പോഴും ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ സേഫ് ആയിരിക്കും. ഏതുവരെ, മാർക്കറ്റിന് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്നവരെ. സ്ട്രക്ചർ ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് ഏതായിരിക്കും, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും പിന്നെ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം ബെയറിഷ് സ്ട്രക്ചറിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സേഫ് ആയിരിക്കും, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ പറഞ്ഞ ഒന്നുകൂടി മനസ്സിലാക്കണേ, ഒന്ന് റീപ്ലൈ ഒന്നുകൂടി കൊടുത്ത് ചെയ്താൽ മതി, ഞാൻ ഇനി പറയില്ല. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ബുള്ളിഷ് സ്ട്രക്ചറിൽ എങ്ങനെയാണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി രണ്ടും എന്താണ്, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയാണ്. ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ എപ്പോഴും എങ്ങനെയാണ് മാർക്കറ്റ്, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയ സമയത്ത് എന്താണ്, ഇവിടുത്തെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ടുള്ള ബൈ സ്റ്റോപ്പ് മാർക്കറ്റ് എടുത്തു. ഓക്കെ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ മാർക്കറ്റ് ഒരു സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്താൽ പിന്നെന്താണ്, മാർക്കറ്റ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്കാണ് വരിക. ഓക്കെ, ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ട് ഇവിടെ ചിലപ്പം ഫെയർ വാല്യൂ ഗ്യാപ്പ് ആവാം, ഓർഡർ ബ്ലോക്ക് ആവാം, ബ്രേക്കർ ബ്ലോക്ക്. അങ്ങനെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ എന്താവും, പിന്നെ ഈ സ്വിങ് ഹൈ അതെന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ആ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയിലേക്കായിരിക്കും പോവുക. അപ്പോൾ എന്താണ്, ഈ ഒരു ഏരിയ വീണ്ടും ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഫോം ചെയ്യുന്നു. അപ്പോൾ ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ എങ്ങനെയായിരിക്കും മാർക്കറ്റ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് എടുത്ത് ഇങ്ങനെ പോകും. ഓക്കെ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പോകും, പിന്നെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് വരും, പിന്നെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയാലും എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് പോകും, പിന്നെയും ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് വരും. അങ്ങനെയാണ് പോവുക. എപ്പോഴാണ് സെൽ സൈഡ് ലിക്വിഡിറ്റി എടുക്കുക മാർക്കറ്റ്, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ്, മാർക്കറ്റിന്റെ ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ആവുന്നത്, ഒരു ബുള്ളിഷ് ട്രെൻഡിൽ സ്ട്രക്ചർ ഷിഫ്റ്റ് വരുമ്പോൾ എന്താവും, ഒരു മാർക്കറ്റ് ഒരു ബെയറിഷ് സ്ട്രക്ചറിലേക്ക് വരുമ്പോഴായിരിക്കും പിന്നെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി വരെ എടുക്കുക. അതുവരെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഒരു ട്രെൻഡ് ലൈൻ ഫോമിലായിരിക്കും പോവുക. ഓക്കെ, അതിനുശേഷമായിരിക്കും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി മാർക്കറ്റ് കവർ ചെയ്യുക. അപ്പം ഞാൻ ഈ ഒരു ഇതിൽ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് മനസ്സിൽ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാണ്, ബുള്ളിഷ് ഓർഡർ ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ്, മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ട്രാക്ക് ചെയ്യുക, ഇൻസ്റ്റിറ്റ്യൂഷന് ഏതൊക്കെ രീതിയിലാണ് മാർക്കറ്റ് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എത്തുന്ന സമയത്ത് ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോ ആണെങ്കിൽ എന്ത് മനസ്സിലാക്കുക, നമുക്ക് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അപ്പോൾ മാർക്കറ്റ് വരും. അപ്പം നമ്മൾ ബുള്ളിഷ് ഓർഡർ ഫ്ലോ എന്ന് വെച്ചിട്ട് എപ്പോഴും ബുൾ എൻട്രി അല്ലെങ്കിൽ ബൈയിങ് ആണ് ചെയ്യണമെന്നില്ല. ഓക്കെ, ഇപ്പം എന്താണ്, ഈ ഒരു ഓർഡർ ബ്ലോക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ താഴേക്ക് എൻട്രി എടുക്കും. മനസ്സിലായില്ലേ?
അതുപോലെ തന്നെ എന്താണ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ ഹയർ ഹൈസ് ഫോം ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനൊരു ബുള്ളിഷ് ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ട്രാക്ക് ചെയ്തു നമ്മൾ ഇത്രയും പഠിച്ച ഓർഡർ ബ്ലോക്ക്, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ആ ചാർട്ടിൽ അപ്ലൈ ചെയ്യും. എവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത്, മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങനെയാണ്, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ ഓർഡേഴ്സ് എന്ത് ഫോമിലായിരിക്കും, ഓർഡർ ബ്ലോക്ക് ഫോമിലോ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോമിലോ. ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഓർഡർ ബ്ലോക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങൾ. ഓക്കെ, ഓർഡർ ബ്ലോക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തായാലും ബെയർ സെനാരിയോ അല്ലെങ്കിൽ ബെയറിഷ് ഓർഡർ ഫ്ലോ നമുക്ക് ഇനി നോക്കാം. ബെയറിഷ് ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓർഡേഴ്സ് കൂടുതലും എന്തായിരിക്കും, സെൽ ഓർഡേഴ്സ് ആയിരിക്കും. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൂടുതലും എന്തായിരിക്കും, ഒരു ബെയറിഷ് സെൻറ്റിമെൻ്റ് ആയിരിക്കും മാർക്കറ്റിൽ. അപ്പം ഞാൻ നേരത്തെ ബുള്ളിഷ് ഓർഡർ ഫ്ലോൻ്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ബെയറിഷ് എക്സാമ്പിൾ നോക്കാം. ലൈൻ ചാർട്ട് പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്തിട്ടുണ്ട് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, ജസ്റ്റ് നേരത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി നോക്കുക എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട് എന്ന്. ഓക്കെ, നമ്മൾ നേരത്തെ അടുത്ത സ്ലൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതൊരു ബെയറിഷ് മാർക്കറ്റാണ്. കാരണം എന്താണ്, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. ഓക്കെ, ഈ ലോവർ ഹൈൻ്റെ മുകളിൽ എപ്പോഴും എന്താണ് ഉണ്ടാവുക, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. കണ്ടില്ലേ, മാർക്കറ്റ് താഴേക്ക് വരുന്ന സമയത്ത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് ഒക്കെ സേഫാണ്. ഓക്കെ, നേരത്തെ സെനാരിയിൽ എന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീനല്ല മാർക്കറ്റ് കട്ട് ചെയ്ത് വരുന്നത്. ഇപ്പം എന്താണ്, ഈ ലോവർ ലോൻ്റെ താഴെയാണ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ്. ഓക്കെ, അപ്പോൾ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസിനൊക്കെ മാർക്കറ്റ് എടുത്ത് വരുന്നു. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ അത് ഇപ്പോഴൊന്നും പറയുന്നില്ല, ജസ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്, ബെയറിഷ് ഓർഡർ ഫ്ലോൻ്റെ സ്ട്രക്ചർ ഈ ഒരു രീതിയിലാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ എവിടേക്കാണ് ഓർഡർ ബ്ലോക്ക്, എവിടേക്കാണ് ഇതെന്താണ് അതെന്താണ് IDX എന്താണ്, ഇതൊക്കെ നമ്മൾ പ്ലോട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, മാർക്കറ്റ് ഈ ഒരു രീതിയിൽ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. നമ്മൾ ആദ്യം ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിട്ട് മാർക്ക് ചെയ്യും. അറ്റ് എ ടൈം ഇത് റിവേഴ്സിൽ പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക എന്താണ്, ഇത് ലിക്വിഡിറ്റി സ്വീപ്പും ഇത് സ്ട്രക്ചർ ബ്രേക്കുമാണ്. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മൾക്കൊരു ഓർഡർ ബ്ലോക്ക് ഇവിടെ കിട്ടും. അതിനുശേഷം എന്താണ്, ഇങ്ങനെ ഒരു ഫോർമേഷൻ ചെയ്യും. നമുക്ക് എന്താണ്, ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണ്, പക്ഷേ ഇവിടെ ഓർഡർ ബ്ലോക്ക് നമുക്ക് വാലിഡ് ആയിട്ട് എടുക്കാൻ പറ്റുമോ, ഇല്ല. കാരണം എന്താണ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ ഇത് IDX ആണ്, ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാപ്പാണ്. ഓക്കെ, ഈ ഓർഡർ ബ്ലോക്കിൽ എടുക്കാൻ വെച്ച ആളുകളെ ഇവിടെ ഒരു ഫേക്ക് ഓർഡർ ബ്ലോക്ക് കാണിച്ചിട്ട് പറ്റിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു പുതിയ ഏർപ്പാടാണ് IDX. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, IDX ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് വരും. ഇവിടെ ഒരു സ്വിംഗ് ലോ ഫോം ചെയ്തതിന് ശേഷം മാർക്കറ്റ് ലിക്വിഡിറ്റി മുകളിൽ കയറ്റും. ഓക്കെ, എന്തിനാണ് ഈ രീതിയിൽ മാർക്കറ്റ് ഇങ്ങനെ കയറ്റുന്നത്, ഓർഡർ ബ്ലോക്കിലേക്ക് ഈ രീതിയിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് ഈ ഒരു രീതിയിലായിരിക്കും കയറ്റുന്നത്. അത് എന്തിനാണെന്ന് വെച്ചാൽ, മാർക്കറ്റ് ഇവിടെ നിന്ന് ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റിന് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി വേണം. ഓക്കെ, അതിനാണ് ആ ഒരു ഫോർമേഷനിൽ മാർക്കറ്റിനെ കയറ്റുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ എന്താണ്, മാർക്കറ്റ് ഈ ഒരു രീതിയിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. റിവേഴ്സൽ വന്ന സമയത്ത് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി, ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് കിട്ടി. ഈ ഒരു ഫോർമേഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ മാർക്ക് ചെയ്യും, തിരിച്ച് മാർക്കറ്റ് ഏരിയയിലേക്ക് വരും, തിരിച്ച് സോൺ ബെയറിഷ് ഓർഡർ ബ്ലോക്ക് തൊടാതെ മാർക്കറ്റ് റിട്ടേൺ ഒരു സ്ട്രക്ചർ ബ്രേക്ക് വരികയാണെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കും, ഇതൊരു IDX ആണ്. അതിനുശേഷം നമ്മുടെ റിട്ടേൺ ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ്, മാർക്കറ്റ് എവിടേക്കാണ് ഇനി റിട്ടേൺ പോകേണ്ടത്, ബെയറിഷ് ഓർഡർ ബ്ലോക്കിലേക്കാണ് പോകേണ്ടത്. കാരണം അവരുടെ അടുത്ത ഓർഡർ എവിടെയാണ്, ഈ ബെയറിഷ് ഓർഡർ ബ്ലോക്കിലായിരിക്കും അവരുടെ നെക്സ്റ്റ് ഓർഡർ. അപ്പോൾ ആ ഏരിയയിലേക്ക് മാർക്കറ്റ് ഈ ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് പോകും. അവിടെ എത്തുന്ന സമയത്ത് എന്താണ്, ഇവിടെ എത്തുന്ന സമയത്ത് തിരിച്ച് മാർക്കറ്റ് അവിടെ നിന്ന് ഓർഡർ എടുത്ത് വീണ്ടും താഴേക്ക് വരും. നമുക്ക് എന്താവും, വീണ്ടും ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടും. അതിനുശേഷം എന്താണ്, വീണ്ടും നമുക്ക് ഈ ഓർഡർ എടുത്ത് കഴിഞ്ഞ സ്ഥലത്ത് വീണ്ടും നമുക്കൊരു ഓർഡർ ബ്ലോക്ക് കിട്ടി. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്, തിരിച്ച് മാർക്കറ്റ് ആ ഏരിയയിലേക്ക് എത്തുന്നത്. അതിനുശേഷം എന്താണ്, നമുക്ക് ഇവിടെ ഒരു IDX ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് പോയി ആ IDXലുള്ള ആളുകളെ ട്രാപ്പ് ചെയ്ത് വീണ്ടും ആ ഓർഡർ ബ്ലോക്കിലെത്തി. വീണ്ടും അതുപോലെ തന്നെ മാർക്കറ്റ് താഴേക്ക് വന്ന് ഒരു സ്ട്രക്ചർ ബ്രേക്ക് ക്രിയേറ്റ് ചെയ്തു. ഈ പ്രാവശ്യം മാർക്കറ്റ് എന്താണ്, IDX ആണോ ക്രിയേറ്റ് ചെയ്തത്, ഒരു IDX ആണ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ ഒരു വലിയ ലിക്വിഡിറ്റി പൂളാണ് ക്രിയേറ്റ് ചെയ്തത്. കാരണം ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്തു, മാർക്കറ്റ് ഇതുപോലെ ഒരു സൈഡ് വേസ് കളിച്ചു. നമ്മൾ പറഞ്ഞ പോലെ സൈഡ് വേസ് കളിക്കുകയാണെങ്കിൽ എന്താണ്, മുകളിലും ലിക്വിഡിറ്റി താഴെയും ലിക്വിഡിറ്റി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യും. മുകളിൽ എന്ത് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും,
ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും. മാർക്കറ്റിന്റെ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ബെയറിഷ് ആയതുകൊണ്ട് എന്താണ്, മാർക്കറ്റ് ആദ്യം മുകളിലെ ലിക്വിഡിറ്റിയാണ് എടുക്കുക. കാരണം എന്താണ്, ഇവിടെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണുള്ളത്. അവർക്ക് സെല്ല് ചെയ്യാൻ ആവശ്യം എന്താണ്, ബൈ സ്റ്റോപ്പ് ആണ്. ഓക്കെ, ബൈ സ്റ്റോപ്പ് എടുത്തു കഴിഞ്ഞതിന് ശേഷം വീണ്ടും മാർക്കറ്റ് താഴേക്ക് വരും. ഈ ഒരു രീതിയിലാണ് ബെയറിഷ് ഓർഡർ ഫ്ലോ ഇങ്ങനെ മാർക്കറ്റ് താഴേക്ക് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടി ഒരുപാട് സ്ലൈഡ്സ് ഇനിയും നോക്കാനുണ്ട്. ഓക്കെ, എന്താണ്, ഞാൻ നേരത്തെ ഫസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ബെയറിഷ് ഓർഡർ ഫ്ലോയിൽ എങ്ങനെയായിരിക്കും എപ്പോഴും, അല്ലെങ്കിൽ ഒരു ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ എപ്പോഴും എങ്ങനെയായിരിക്കും, മുകളിൽ എന്തായിരിക്കും, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. കണ്ടില്ലേ നിങ്ങൾ ഈ ഒരു റേഞ്ച് കണ്ടില്ലേ? ഓക്കെ, മുകളിൽ എപ്പോഴും എന്തായിരിക്കും, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും. ബെയറിഷ് ഓർഡർ ഫ്ലോ അല്ലെങ്കിൽ ബെയറിഷ് മാർക്കറ്റ് സ്ട്രക്ചറിൽ എപ്പോഴും എങ്ങനെയായിരിക്കും, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ടുള്ള സെൽ സ്റ്റോപ്പുകൾ മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് എടുത്തും കൊണ്ടിരിക്കും. കണ്ടില്ലേ, ഇതെടുത്തു, ഇതൊക്കെ മാർക്കറ്റ് എടുത്തു. ഓക്കെ, പ്രൊട്ടക്റ്റ് ആക്കി വെക്കുന്ന എപ്പോഴും എന്തായിരിക്കും, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ് മാർക്കറ്റ് എപ്പോഴും പ്രൊട്ടക്റ്റ് ആക്കി വെക്കുന്നത്. ഇൻ കേസ് അപ്പോൾ നമ്മൾ കണ്ടില്ല, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിനെ ഒരു ട്രെൻഡ് ലൈൻ ഫോർമേഷനിലാണ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുന്ന സമയത്തായിരിക്കും നമുക്ക് ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് റീറ്റെയിൽ കോൺസെപ്റ്റിൽ കിട്ടുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും, താഴേക്ക് വരും. എന്തിനാ താഴേക്ക് വരുന്നത്, സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓർഡർ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതൊക്കെ ആയിരിക്കും മാർക്കറ്റിൻ്റെ ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് പറയാനുള്ളത്. ഓക്കെ, ലാസ്റ്റ് ഒരു സ്ലൈഡ് കൂടി ഉണ്ട്. എന്താണ്, ബെയറിഷ് സ്ട്രക്ചറിൽ എങ്ങനെയായിരിക്കും മാർക്കറ്റ്, ഞാൻ പറഞ്ഞു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ട്രാവൽ ചെയ്യുന്നത് എന്താണ്, മാർക്കറ്റിൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് തന്നെ ലിക്വിഡിറ്റിയാണ്. അത് ഇനിയും മനസ്സിലാക്കാത്ത ആളുകൾ ഇനിയും മനസ്സിലാക്കുക. മാർക്കറ്റിൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇപ്പം എന്താണ്, നമുക്ക് റേഞ്ച് കിട്ടി, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും. ഒരു ബെയറിഷ് സെനാരിയോയിൽ എപ്പോഴും മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് എന്തിലായിരിക്കും, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിനെ ആയിരിക്കും മാർക്കറ്റ് ടാപ്പ് ചെയ്യുക. ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ഒരു രണ്ട് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്താൽ പിന്നെ മാർക്കറ്റ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് പോകും. ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്താണ്, ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ, ഒരു സ്വിങ് ഹൈൻ്റെയും സ്വിങ് ലോൻ്റെയും ഉള്ളിലുള്ള ലിക്വിഡിറ്റീസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇവിടെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്താണ്, OB ആവാം, ഫെയർ വാല്യൂ ഗ്യാപ്പ് ആവാം, ബ്രേക്കർ ബ്ലോക്ക് ആവാം. അവിടെ ടാപ്പ് ചെയ്യുന്നു. പിന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എവിടെയാണ്, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ടുള്ള ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്. ഓക്കെ, തിരിച്ച് താഴെ വന്നു. ഓക്കെ, ഇനി ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി ഒരു ഇത് പറയാണ്. ഓക്കെ, ഇനി മാർക്കറ്റ് എന്താണ്, ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയ സമയത്ത് എന്താണ്, തിരിച്ച് മാർക്കറ്റ് ഫോം ചെയ്തപ്പോൾ എന്താണ്, ഇവിടെ എന്ത് ചെയ്തു, ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ആയി. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എവിടേക്ക് ക്രിയേറ്റ് ആയി, ഈ ഒരു ഏരിയയിൽ ക്രിയേറ്റ് ആയി. എന്ന് വെച്ചാൽ ഇതെടുത്ത് കഴിഞ്ഞതാണ്, ഇനി എടുക്കാനുള്ള ഇതാണ്. ഓക്കെ, ഇപ്പം എന്താണ്, ഇവിടെ ഒരു റേഞ്ച് കിട്ടി, ഇവിടെ ഒരു റേഞ്ച് കിട്ടി. ഓക്കെ, ഓർഡർ ബ്ലോക്ക് ഏത് ഭാഗത്തായിട്ടുണ്ടാവും, നമ്മുടെ ഈ ഒരു ഡി പ്രീമിയം ഭാഗത്തായിട്ട് ഓർഡർ ബ്ലോക്ക് ഉണ്ടാവും. ഓക്കെ, ഓർഡർ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു റേഞ്ചിലെ ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആണ്. മാർക്കറ്റ് വീണ്ടും ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലെത്തി. ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലെത്തി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഇവിടുത്തെ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്. തിരിച്ച് മാർക്കറ്റ് വീണ്ടും ഈ ലെവലിലേക്ക് വരും, വീണ്ടും ഓർഡർ ബ്ലോക്കിലേക്ക് പോകും, വീണ്ടും എന്താണ്, SSL ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി പോകും. ഇതാണ് ഒരു ബെയറിഷ് ഓർഡർ ഫ്ലോൻ്റെ ആ ഒരു സ്ട്രക്ചർ. ഓക്കെ, അപ്പം നമ്മൾ ഒന്നുകൂടി പറയാണ്, എങ്ങനെയാണ് ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൻ്റെയും ബെയറിഷ് ഓർഡർ ബ്ലോക്കിൻ്റെയും ബെയറിഷ് ഓർഡർ ഫ്ലോ സ്ട്രക്ചറും ബുള്ളിഷ് ഓർഡർ ഫ്ലോ സ്ട്രക്ചറും എങ്ങനെയാണ്. ബുള്ളിഷ് ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ ചാർട്ടിൽ ജസ്റ്റ് മാർക്ക് ചെയ്യും. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫുട് പ്രിൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, നോക്കുകയാണെങ്കിൽ എന്താണ്, ബുള്ളിഷ് ഓർഡർ ബ്ലോക്സ് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളിങ്ങനെ പോകും. ഓക്കെ, അതുപോലെ തന്നെ ലിക്വിഡിറ്റീസ് എവിടേക്കാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ ബുള്ളിഷ് സ്ട്രക്ചറിൽ എങ്ങനെയാണ് ലിക്വിഡിറ്റി എങ്ങനെയാണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് ലിക്വിഡിറ്റിൻ്റെ മാർക്കറ്റിൻ്റെ ഫ്ലോ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി എന്ത് ചെയ്യുക വെച്ചാൽ, ഞാൻ ഇപ്പം നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളുടെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കാം. കാരണം ഇനി കുറച്ചുകൂടി ടഫായിട്ട് വരികയാണ്. ഓക്കെ, നമുക്ക് സിമ്പിൾ ടേംസിലൊന്നും പറഞ്ഞാൽ ഇനി ശരിയാവില്ല, കുറച്ച് ടഫ് ടേംസിലായിട്ട് പറയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോവുകയാണ് ക്ലാസ്. ഓക്കെ, അല്ലാതെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കി പറയല്ല, ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ കാണുന്ന ആളുകളായിട്ട് നിങ്ങളും കുറച്ച് സീരിയസ് ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ചാർട്ടിൽ നമുക്ക് ഓർഡർ ഫ്ലോ, നമുക്ക് ജസ്റ്റ് എന്താണ് ഈ ഒരു തിയററ്റിക്കൽ ബേസിൽ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇനി എന്ത് വേണം,
നമുക്ക് ഇനി ചാർട്ടിൽ പോയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്ന് കൂടി നോക്കണം. ഓക്കെ, ബുള്ളിഷ് ഓർഡർ ഫ്ലോയും ബെയറിഷ് ഓർഡർ ഫ്ലോയും. ഓക്കെ, അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഹയർ ടൈം ഫ്രെയിമിൽ വേണം നമ്മൾ ഓർഡർ ഫ്ലോ അനാലിസ് ചെയ്യാൻ. ഓക്കെ, എന്തുകൊണ്ടാണ് ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ അനാലിസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിംസിലാണ് നമ്മൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി പറഞ്ഞു തരിക, അല്ലെങ്കിൽ ബെറ്റർ റിസൾട്ട് കിട്ടുന്നത് എപ്പോഴും ഹയർ ടൈം ഫ്രെയിമിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോകാം. നമ്മൾ ചാർട്ടിൽ ഇനി റെപ്രസെൻറ്റ് ചെയ്യുകയാണ് കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കുക, ഇപ്പം നിങ്ങൾ ഈ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, 6 മണിക്കൂറേ നമ്മൾക്ക് ട്രേഡിംഗ് അവേഴ്സ് ഉള്ളൂ. എന്ന് വെച്ചാൽ 9:15 തൊട്ടിട്ട് 3:30 വരെയാണ് നമുക്ക് ആക്ച്വലി കിട്ടുന്ന സമയം. ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്യാണെന്നോ കേട്ടു, പക്ഷേ നിലവിൽ ഇതാണ് നമ്മളുടെ ടൈമിങ്. അപ്പോൾ എന്താണ്, ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം മാർക്കറ്റ് എൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുറക്കാൻ വേണ്ടിയിട്ട് വീണ്ടും മണിക്കൂറുകൾ കണക്കിനുണ്ട്. അതുകൊണ്ട് ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ വരുന്നത് ഒരു ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. ഓക്കെ, ട്രേഡേഴ്സിനെ സംഭവിച്ചെടുത്തോളം. അപ്പം ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്താ നമുക്ക് മനസ്സിലാവുന്നത്, നമുക്ക് ഒരു ആക്ച്വൽ അനാലിസിസ് ചെയ്യുന്ന, ഒരു ഓർഡർ ഫ്ലോ അനാലിസിസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ബിഗിനറുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചെയ്തുകൊണ്ടൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഞാൻ ആഡ് ചെയ്തതുപോലെ തന്നെ നോ ഗ്യാപ്പ് ക്യാൻഡിൽസ് ഇത് ആഡ് ചെയ്യുക. ഞാൻ ഇൻഡിക്കേറ്റേഴ്സിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം എന്താണ്, ഇൻഡിക്കേറ്റേഴ്സ് എപ്പോഴും ഡിസ്ട്രാക്ഷൻ ആണ്. ഓക്കെ, എൻ്റെ കോൺസെപ്റ്റ് പ്രകാരം എന്താണ്, ഇൻഡിക്കേറ്റേഴ്സ് എപ്പോഴും എന്താണ് ഡിസ്ട്രാക്ഷൻ ആണ്. കാരണം നമ്മൾ പലരും ചെയ്യുന്ന വെച്ചാൽ ഇൻഡിക്കേറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് തുടങ്ങും. ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സിന് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പോൾ മൂവിങ് ആവറേജ്, RSI, സിക്സാഗ്, അത് എന്തൊക്കെയോ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിന് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇപ്പം പ്രൈസിന് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കിട്ടി. ഓക്കെ, ക്യാൻഡിൽസിനെ ശ്രദ്ധിക്കാതെ, പ്രൈസ് റീഡ് ചെയ്യാതെ നമ്മൾ എപ്പോഴും എന്താണ് ഇൻഡിക്കേറ്റർ, എപ്പോഴും എല്ലാവരും ചെയ്യുന്നു എന്നല്ല പറയുന്നത്, മെജോറിറ്റി ആളുകളും ഇൻഡിക്കേറ്റേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം എന്താണ്, അവർക്ക് കാരണം ഈസി ആയിട്ട്, കാരണം ചാർട്ട് റീഡ് ചെയ്യാനൊന്നും അവർക്ക് താല്പര്യമില്ല, കഴിയാഞ്ഞിട്ടല്ല, താല്പര്യമില്ല. ഇൻഡിക്കേറ്റർ പറഞ്ഞു തരുന്നത് എന്താണ്, അത് ചെയ്യുക. അപ്പോൾ ഈ ICT ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇപ്പോൾ ICTയിലും ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക. പക്ഷേ ICT എൻ്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, നമ്മളിപ്പോൾ എന്താണ് ഒരു ഗ്യാപ്പിൻ്റെ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തത് എന്താണ്, ഈ ഒരു ഇഷ്യൂ പോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഗ്യാപ്പ് നമ്മൾ ഏകദേശം പോക്കി. ഓക്കെ, ഈ നമ്മൾ എന്താണ് ഒരു ബുള്ളിഷ് ഓർഡർ ഫ്ലോ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ പ്രൈസ് ഈ ഒരു ഹൈന്ന് മാർക്കറ്റ് താഴേക്ക് വരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ട്രക്ചേഴ്സ് നമുക്ക് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതൊരു സ്ട്രക്ചർ ബ്രേക്കായി സംഭവിച്ച്. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്, നമുക്കൊരു ഹൈ മാർക്ക് ചെയ്തു, ലോ മാർക്ക് ചെയ്തു, ലോ മാർക്ക് ചെയ്തു. എന്താണ്, ഇതൊരു സ്വിങ് ഹൈ എന്നും ഓക്കെ, ഇതൊരു സ്വിങ് ഹൈ ഫോം ചെയ്തു. അതുപോലെ തന്നെ എന്താണ്, ഒരു സ്വിങ് ലോയും ഫോം ചെയ്തു. അപ്പം സ്വിങ് ലോയും സ്വിങ് ഹൈയും ഫോം ചെയ്യാൻ നമ്മൾ കാത്തുക്കണം. ഇത് ഹയർ ടൈം ഫ്രെയിമിൽ എന്താ സംഭവിച്ചതെന്നാണ്. ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയ സമയത്ത് എന്താണ്, മാർക്കറ്റ് ഹ്യൂജ് ആയിട്ട് സെല്ല് ചെയ്തു, താഴേക്ക് വന്നു. എന്തെടുക്കാൻ വേണ്ടിയിട്ട്, മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി എടുക്കാൻ വേണ്ടി. അപ്പം താഴത്തെ ലിക്വിഡിറ്റി എടുത്ത് സ്വീപ്പ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു, പിന്നെ മാർക്കറ്റ് എന്ത് ചെയ്തു, തിരിച്ച് ഒരു റീട്രേസ്മെൻറ്റ് നടത്തി. അപ്പം നമുക്കൊരു സ്വിങ് ഹൈയും കിട്ടി, സ്വിങ് ലോയും കിട്ടി. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ ജസ്റ്റ് പ്രീമിയം ബസ് ഡിസ്കൗണ്ട് വരയ്ക്കുകയാണെന്ന് ജസ്റ്റ് ചോദിച്ചാൽ, പ്രീമിയം ബസ് ഡിസ്കൗണ്ട് വരയ്ക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾക്ക് എന്താണ് സെല്ല് ചെയ്യേണ്ടത് എപ്പോഴും ഇവിടുന്നാണ്, പ്രീമിയത്തിൽ നിന്നാണ്. ഇപ്പോൾ പ്രൈസ് ഉള്ളത് പ്രീമിയത്തിലാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട, പ്രീമിയത്തിൽ എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രീമിയത്തിൽ എന്താണ് നമ്മളുടെ PDRAs ഉള്ളത് നോക്കുക. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്വിങ് ഹൈയും സ്വിങ് ലോയും കിട്ടി. ഈ സ്വിങ് ഹൈൻ്റെ മുകളിൽ എന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും, താഴെ സ്വിങ് ലോൻ്റെ താഴെ എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്, ഞാനിത് സ്ട്രക്ചർ ബ്രേക്ക് ആയിട്ടാണ് ഓക്കെ, സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബെയറിഷ് സ്ട്രക്ചറിൽ എന്താണ് എപ്പോഴും മാർക്കറ്റ് എടുക്കുക, എന്താണ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. മാർക്കറ്റ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിട്ടുള്ള ബ്രേക്കർ ബ്ലോക്കോ ഫെയർ വാല്യൂ ഗ്യാപ്പോ ഓർഡർ ബ്ലോക്കിലൊക്കെ പോയിട്ട് പിന്നെ ടാർഗറ്റ് ചെയ്യുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീനെ. അതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു. ഇപ്പം നമ്മൾ സ്വിങ് ഹൈ ഫോം, ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി,
സ്വിങ് ഹൈ ഫോം ഐഡൻറ്റിഫൈ ചെയ്തു, സ്വിങ് ലോ ഐഡൻറ്റിഫൈ ചെയ്തു. നമ്മൾ ഹൈ എന്ന് ലോയിലേക്ക് ഒരു പ്രീമിയം ബസ് ഡിസ്കൗണ്ട് ഫിബ് വരച്ചു. പ്രൈസ് പ്രീമിയത്തിലെത്തിയ സമയത്ത് എന്താണ്, പ്രീമിയത്തിലെത്തിയ സമയത്ത് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, നമുക്ക് ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ഇതായിരിക്കും നമ്മളുടെ ഓർഡർ ബ്ലോക്ക്. ഓക്കെ, പ്രീമിയത്തിലുള്ള ഓർഡർ ബ്ലോക്ക്. പ്രൈസ് എന്ത് ചെയ്തു, പ്രൈസ് റിട്ടേൺ ടു ഒറിജിൻ നമ്മളുടെ ഓർഡർ ബ്ലോക്കിലേക്ക് പോയിട്ടാണ് പിന്നെ തിരിച്ച് താഴേക്ക് പോയി. ഓക്കെ, എന്താണ് ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏതാണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ഇതാണ് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, ഇതിലേക്ക് ടാർഗറ്റ് ചെയ്തു. ഓക്കെ, പിന്നെന്താണ്, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്തു, ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി, സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി. അതിനുശേഷം പിന്നെ കാര്യങ്ങളൊന്നുമില്ല, തിരിച്ച് മാർക്കറ്റ് താഴേക്ക് വന്നു. പിന്നെ നമ്മളൊരു ബുള്ളിഷ് ഓർഡർ ഫ്ലോയിലേക്കാണ് മാർക്കറ്റ് പോയത്. അത് എവിടുന്നാണ് റിജക്ഷൻ വന്നത് അല്ലെങ്കിൽ ഷിഫ്റ്റ് വന്നത്, മാർക്കറ്റ് വീണ്ടും സ്ട്രക്ചർ ബ്രേക്കിലേക്ക് പോയി, സ്ട്രക്ചർ ബ്രേക്ക്, വീണ്ടും സ്ട്രക്ചർ ബ്രേക്ക്, നിങ്ങൾക്കറിയാലോ സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ച് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നത് എവിടുന്നാണ്, ഇവിടെയാണ് സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നിട്ടുള്ളത്. സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു, അതിൻ്റെ ലിക്വിഡിറ്റി സ്വീപ്പ് എന്താണ്, ഈ ഏരിയയിലുള്ള ലിക്വിഡിറ്റീസ് മുഴുവൻ മാർക്കറ്റ് കളക്ട് ചെയ്തു, ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ സ്വിങ് ലോ എവിടെയാണ്, സ്വിങ് ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു മാർക്കറ്റ്, സ്വിങ് ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തു മാർക്കറ്റ്. ഓക്കെ, ഇനി എന്താണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രീമിയം ബസ് ഡിസ്കൗണ്ട് വരയ്ക്കുക, പ്രീമിയം ബസ് ഡിസ്കൗണ്ട് വരയ്ക്കുമ്പോൾ സ്വിങ് ലോന്ന് സ്വിങ് ഹൈയിലേക്ക്, ഓക്കെ സ്വിങ് ഹൈന്ന് സ്വിങ് ലോയിലേക്ക് വരയ്ക്കുക. അപ്പോൾ എന്താണ്, നമുക്ക് ഓർഡർ ബ്ലോക്ക് നമ്മൾ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്, നമുക്ക് ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ ഒരു കുഞ്ഞ് ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യുക, ഈ സ്വീപ്പ് നടന്ന ഈ ക്യാൻഡിലിനെ നമ്മളൊരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാറ്റി. അതിനുശേഷം എന്താണ്, പ്രൈസ് താഴേക്ക് വന്നു. ഓക്കെ, ബുള്ളിഷ് ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് ഒരു സ്വിങ് ഹൈ ക്രിയേറ്റ് ചെയ്താൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു സ്വിങ് ഹൈ ആണിത്, ഓക്കെ സ്വിങ് ലോ ആണ് ഇത്, ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് എങ്ങോട്ട് വന്നു, റിട്ടേൺ ടു ഒറിജിൻ. ഇതെന്താണ്, ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വന്നു. ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിലേക്ക് പ്രൈസ് വന്നതിന് ശേഷം എന്താണ്, തിരിച്ച് മാർക്കറ്റ് പിന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഏതാണ്, പിന്നെ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്നത് ഈ സെൽസ്, ഈ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീനെ ടാർഗറ്റ് ചെയ്യുമ്പം ഇവിടെ എന്താണ്, ഒരു സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചു. ഓക്കെ, സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചു. ഓക്കെ, അപ്പം ഫസ്റ്റ് അവരുടെ ഓർഡർ എവിടെയാണ് ഇനീഷ്യേറ്റ് ചെയ്തത്, ഈ ഒരു ഏരിയയിലാണ് ഫസ്റ്റ് ഓർഡർ ഇനീഷ്യേറ്റ് ചെയ്തത്. എന്താണ്, ഒരു സെല്ലിംഗ് കർവ് ആയിരുന്നു, സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയപ്പോൾ ഇനി എന്താണ്, ബൈയിങ് കർവ് ആവാൻ പോവാണ് മാർക്കറ്റ്. സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടി, ഇനി ഓർഡർ ബ്ലോക്ക് എവിടെയായിരിക്കും, നമുക്ക് ലാസ്റ്റ് സെല്ലിംഗ് ക്യാൻഡിൽ ആയിട്ടുള്ള ആ കുഞ്ഞ് ക്യാൻഡിൽ എടുക്കണ്ട, അതിൻ്റെ ഇപ്പുറത്തുള്ള ക്യാൻഡിൽ എടുക്കുക. ഓക്കെ, നമ്മൾ നീട്ടി വരച്ചു. നമുക്കെന്താണ്, ഒരു സ്വിങ് ലോ ഇവിടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. സ്വിങ് ഹൈ എന്താണ്, നമ്മൾ മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്ന സമയത്ത് നമ്മൾ ഇതിനെ ഒരു സ്വിങ് ഹൈ ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, അതിനുശേഷം എന്താണ്, നമ്മളുടെ പ്രീമിയം ബസ് ഡിസ്കൗണ്ട് അഥവാ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ വരച്ച സമയത്ത് എന്താണ്, നമ്മളുടെ ഓർഡർ ബ്ലോക്ക് വരുന്നത് പ്രീമിയത്തിലാണ്. അതിനുശേഷം എന്താണ്, പ്രീമിയത്തിലേക്ക് എത്തുന്നത് വരെ എന്താണ്, നമ്മൾ ബൈയിങ് ചെയ്യരുത്. ഓക്കെ, പിന്നെ നമുക്ക് വേണേൽ സെല്ലിങ് ചെയ്യാന്ന് പറഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് വന്നു, ഇവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് വന്നു, പിന്നെ തിരിച്ച് മാർക്കറ്റ് കയറിയത് എന്താണ്, തിരിച്ച് മാർക്കറ്റ് ഈ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് കയറി, അവിടുന്ന് തിരിച്ച് മാർക്കറ്റ് താഴേക്ക് വന്നു. ഓക്കെ, അവിടെ മൈനർ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ബ്രേക്ക്. ഓക്കെ, അപ്പോൾ ഈ സോണിൽ എത്തിക്കഴിഞ്ഞാലേ നമ്മൾ എൻട്രി എടുക്കൂ, അല്ലാതെ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ മാർക്കറ്റിൽ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇവിടെ നിന്നൊന്നും എടുക്കരുത് മാർക്കറ്റ്. നമ്മളൊരു സോണ് കണ്ടെത്തി കഴിഞ്ഞാൽ തിരിച്ച് സോണിന്നേ നമ്മൾ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം എന്താണ്, പ്രൈസ് സോണിൽ ടാപ്പ് ചെയ്തു, സോണിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ, മാർക്കറ്റ് മുകളിലേക്ക് പോകും. മാർക്കറ്റിൻ്റെ ലിക്വിഡിറ്റി ഏതായിരിക്കും, പിന്നെ മാർക്കറ്റ് ഇത് ലിക്വിഡിറ്റി, ഇത് ലിക്വിഡിറ്റി, ഇത് ലിക്വിഡിറ്റി, ലിക്വിഡിറ്റി ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി ഫോർമേഷനിലാണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ഒരു ഏരിയയിൽ എത്തിയ സമയത്ത് എന്താണ്, ഈ ഒരു ഏരിയയിൽ എത്തിയ സമയത്ത് വീണ്ടും മാർക്കറ്റ് എന്തായി, സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഓക്കെ, മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇപ്പം എന്താണ്, ഒരു സ്വിങ് ലോ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തു, സ്വിങ് ഹൈ ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, നമ്മൾ ഈ ഒരു മാർക്കറ്റിൻ്റെ ഈ ഒരു കഥ നമ്മളൊരു നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റ് നമ്മളൊരു കഥ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്നാണ് നോക്കുന്നത്. ഇവിടെ ഓർഡർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ ഏതാ എടുക്കുക, ഇവിടെ ഓർഡർ ബ്ലോക്ക് അല്ല, ഇവിടെ ബ്രേക്കർ ബ്ലോക്ക് ആണ്. അതാണ് ഞാൻ പറഞ്ഞ ബ്രേക്കർ ബ്ലോക്ക് ഒക്കെ പോയി കാണുക. ഓക്കെ, ഇവിടെ എന്താണ്, ഫാസ്റ്റ് ആയിട്ട് തന്നെ നമുക്കൊരു സെല്ലിംഗ് ക്യാൻഡിൽ വന്നു, സ്പോട്ടായിട്ട്
റിവേഴ്സലായിട്ട് തന്നെ ബൈയിങ് ക്യാൻഡിൽ വന്ന സമയത്ത് നമ്മളോട് BPR എന്നൊക്കെ പറയും, ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് എന്ന് വെച്ചാൽ പ്രൈസ് താഴേക്ക് ഡ്രോപ്പ് ആയതുപോലെ തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പം അവിടെ ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് എന്ന് പറയുക. എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ബാലൻസ്ഡ് പ്രൈസ് റേഞ്ച് ആണ് നമ്മളിപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ്, നമ്മൾ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടില്ലേ, ഈ സെൽ സൈഡിലും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, ബൈ സൈഡിലും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഓൾറെഡി നമുക്ക് എന്താണ് ഒരു ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്ക് ആണ് ചെയ്തത്. ബുള്ളിഷ് ബ്രേക്കർ ബ്ലോക്കിലേക്ക് പ്രൈസ് വന്നു, ടാപ്പ് ചെയ്തു. അടുത്ത ടാർഗറ്റ് ഏതായിരിക്കും? ഈ ഒരു ലെവലായിരിക്കും ടാർഗറ്റ്. പ്രൈസ് എന്ത് ചെയ്തു? സ്വിങ് ഹൈ സ്വിങ് ലോ ക്രിയേറ്റ് ചെയ്തു, തിരിച്ച് ആ ഏരിയയിലേക്ക് വന്ന് തിരിച്ച് ടാപ്പ് ചെയ്ത് മുകളിലേക്ക് പോയി. അപ്പോൾ ഇതാണ് ആക്ച്വലി കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചാർട്ട് നോക്കാം. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതിപ്പം ഞാൻ അനാലിസ് ചെയ്തത് ഒരുപാട് ബാക്കിലേക്കാണ് കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഓക്കെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതൊക്കെ പോയ വഴി നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ബ്രേക്ക്. ഇവിടെ എന്താണ് സ്ട്രക്ചർ ബ്രേക്ക്, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു. ഇവിടെ അപ്പം എന്താണ് ലിക്വിഡിറ്റി സ്വീപ്പ്, സ്ട്രക്ചർ ഷിഫ്റ്റ്. നമുക്കൊരു ഹൈ കിട്ടി, ലോ കിട്ടി, പ്രൈസ് വന്നത് ഇവിടേക്കാണ്. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഫെയർ വാല്യൂ ഗ്യാപ്പിൽ തട്ടി തിരിച്ച് മാർക്കറ്റ് താഴേക്ക് വന്നു, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നു. അതിന് ശേഷം തിരിച്ച് മാർക്കറ്റ് വന്നത് എന്തിനാണ്? ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അവിടെ മാർക്കറ്റ് ടാപ്പ് കിട്ടി, പിന്നെ തിരിച്ച് സ്ട്രക്ചർ ബ്രേക്ക് വന്നു. ഓക്കെ, അതിന് ശേഷം തിരിച്ച് മാർക്കറ്റ് എൻട്രി എടുത്തത് എവിടെ നിന്നാണ്? ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് മാർക്കറ്റ് എൻട്രി എടുത്തത്. ഈ ഒരു ഏരിയയിൽ പോകുമ്പോൾ എന്താണ് സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചു, അറ്റ് എ ടൈം സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചു. ഓക്കെ, ലിക്വിഡിറ്റി സ്വീപ്പ് കണ്ട് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചു. അതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് എൻട്രി എടുത്തത് എവിടെ നിന്നാണ്? ഓക്കെ, നമുക്ക് ഇവിടെയാണ് സ്വിങ് ഹൈ വന്നത്, എവിടെ നിന്നാണ് സ്വിങ് ലോ വന്നത്, സ്ട്രക്ചർ ഷിഫ്റ്റ് വന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് താഴേക്ക് വന്നിട്ട് ഏതാണ് കണ്ടില്ലേ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നു. ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് നിന്ന് ഓർഡർ എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിൽ ബൈ ഓർഡേഴ്സും സെൽ ഓർഡേഴ്സും താഴേക്ക് വരുന്നതെന്ന് വെച്ചാൽ ഒരു ഓർഡർ ഇടും ഫില്ല് ചെയ്യും. ഇപ്പം നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ എന്താണ്, മാർക്കറ്റ് താഴേക്ക് വന്നപ്പോൾ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ താഴേക്ക് മാർക്കറ്റ് പോകണമെങ്കിൽ എന്താണ്, ആ ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്ക് മാർക്കറ്റ് ഫില്ല് ചെയ്തിട്ടേ താഴേക്ക് പോകൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ, താഴേക്ക് പോവുകയുള്ളൂ. ഇപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് സംഭവിച്ചു. ഓക്കെ, അപ്പോൾ എന്താണ് സ്വിങ് ഹൈ ആയിട്ട് ഇവിടെ കിട്ടി, സ്വിങ് ലോ ആയിട്ട് തിരിച്ച് കിട്ടി. തിരിച്ച് താഴേക്ക് മാർക്കറ്റ് വരുന്നത് എന്തിനാണ്? കണ്ടോ നിങ്ങൾ, ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കണ്ടില്ലേ, ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒന്ന് ഓർഡർ എടുക്കണം. ഓക്കെ, ആ ഓർഡർ എടുത്തിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകും. അപ്പോൾ മാർക്കറ്റ് ഒരു ഫ്ലോ രീതിയിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ഫ്ലോ രീതിയിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ ഫ്ലോ കണ്ടെത്തുക നമ്മൾ. ഓക്കെ, അപ്പോൾ അതിന് നമ്മളിത് സഹായിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റ് കൺക്ലൂഷനിലേക്ക് പോവാം. ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചിലർക്കെങ്കിലും കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഒന്നും കാണാത്ത ആളുകൾ അല്ലെങ്കിൽ ഒന്നും അറിയാതെ നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്നും അറിയാത്ത ആളുകൾ എന്തായാലും വീഡിയോ പകുതിക്ക് വെച്ച് നിർത്തില്ല. അപ്പോൾ എന്തായാലും ഇത് ഫുള്ള് കണ്ട ആളുകൾക്ക് എന്തായാലും അത്യാവശ്യം നല്ല വാല്യൂ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. മുഴുവനായിട്ട് മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല, മനസ്സിലാവുന്നുണ്ടെങ്കിൽ യു ആർ ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ കൺക്ലൂഷനിലേക്ക് വരുന്ന സമയത്ത് എന്താ മനസ്സിലാക്കേണ്ടത്? ഇപ്പം ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു രീതിയിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ പോകുന്നു? ഓക്കെ, ഈ ഒരു രീതിയിൽ ഇപ്പം മാർക്കറ്റ് ഇങ്ങനെ പോവുകയാണെന്ന് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് ആയിട്ടൊന്ന് വരച്ചാണ്, ഒരു സ്ട്രക്ചർ ബേസിലൊന്നും അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു ഫോർമേഷനിൽ പോകണതെന്ന് നമ്മൾക്ക് അറിയണം. അല്ലാതെ എന്താണ് മാർക്കറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നു അല്ല. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കണ്ണിൽ നമ്മളൊരു റീറ്റെയിലർ ആണ് നമ്മളെങ്കിലും നമ്മൾ ആരുടെ ഒരു മൈൻഡിൽ ചിന്തിക്കണം? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. അല്ലാതെ വെറുതെ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പം എടുക്കുക, ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കുക. ഈ സപ്പോർട്ട് ചിലപ്പോൾ എവിടെയായിരിക്കും? ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഏറ്റവും വലിയ ഹൈയിലായിരിക്കും, ഹൈ പ്രൈസിലായിരിക്കും ചിലപ്പോൾ റെസിസ്റ്റൻസ്. പക്ഷെ നമ്മൾ പഠിച്ചേക്കണം എന്താ, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കണം. ഓക്കെ, നമ്മൾ ഫെയിൽ ആവുന്നതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് പറയുന്നതല്ലേ, ഇതിനൊരു ബിസിനസ് ആയിട്ട് എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ എൻട്രി എപ്പോഴും എങ്ങനെയായിരിക്കും? ഇതെനിക്ക് എടുക്കാൻ പറ്റിയ പ്രൈസ് ആണോ, ഇതിൽ ഞാൻ എടുത്താൽ, അങ്ങനെ ഒരുപാട് തോട്ടുകൾ വരും മനസ്സിൽ. ഇവിടെ എന്താണ്, റെസിസ്റ്റൻസ് കാണുമ്പം ബ്രേക്ക് ചെയ്യുമ്പോൾ എടുക്കുക, സപ്പോർട്ട് കാണുമ്പം ബ്രേക്ക് ചെയ്ത് താഴേക്ക് എടുക്കുക. ബുൾഷിറ്റ്.
എന്ന് വെച്ചാൽ അത് വർക്ക് ചെയ്യില്ല എന്നല്ല, ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് കറക്റ്റാണ്. ഓക്കെ, നമുക്ക് ഇതിലേക്ക് പോവാം. ഇപ്പം ജസ്റ്റ് ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞു ഒരു ഇത് മനസ്സിലാക്കുക, ജസ്റ്റ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ജസ്റ്റ് മനസ്സിലാക്കണം. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്നിട്ടുണ്ട് മാർക്കറ്റ്. ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലായ ഒരു ഒരു മാർക്ക് ഞാൻ കണ്ടുപിടിച്ചു, ഇതിനെ ഞാൻ ഓർഡർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്തു. ഓർഡർ ബ്ലോക്ക് എത്തുന്നതിന് മുന്നേ ഇവിടെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് തന്നു. ആ ഇൻഡ്യൂസ്മെൻറ്റ് കട്ട് ചെയ്ത സമയത്ത് ഞാനൊരു എൻട്രി എടുത്തു. തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ലിക്വിഡിറ്റിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതാണ് എൻ്റെ സ്വിങ് ലോ, ഇതാണ് എൻ്റെ സ്വിങ് ഹൈ. മാർക്കറ്റ് തിരിച്ച് ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റിയിലേക്ക് വന്ന സമയത്ത് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഇത് കണ്ടിന്യൂസ്ലി ചെയ്യുകയാണെങ്കിൽ ഞാനിതിനൊരു ബുള്ളിഷ് ഓർഡർ ഫ്ലോ ആയിട്ടും ബെയറിഷ് ഓർഡർ ഫ്ലോ, തിരിച്ചാണെങ്കിൽ ഒരു ബെയറിഷ് ഓർഡർ ഫ്ലോയും ഞാൻ കണ്ടെത്തും. ഓക്കെ, എന്തായാലും വീഡിയോയുടെ ലെങ്ത്ത് വളരെയധികം കൂടുകയാണ്. ഓക്കെ, അപ്പം സീരിയസ് ആയിട്ട് ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ടൈമിംഗ് ഒരു ഇഷ്യൂ അല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഈ കൺക്ലൂഷൻ സ്ലൈഡ് വരെ കണ്ടെത്തുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം, കാരണം ഇതൊക്കെ ഒന്ന് സഹിച്ച് കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്ഷമയുള്ളവർക്കേ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഈ കൺക്ലൂഷൻ ടാബ് വരെ എത്തുന്ന ആളുകൾ പറഞ്ഞാൽ അത്യാവശ്യം പേഷ്യൻസ് ഉള്ള ആളുകളാണ്. അപ്പോൾ അവർ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ വളരെയധികം സക്സസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കീപ് ഗോയിങ്.